ട്രാവൽ ക്രഷിൻ്റെ ആദ്യ യാത്ര ബുദാപെസ്റ്റ് ടൗണിനോട് തന്നെ അടുത്ത് കിടക്കുന്ന മനോഹരമായ ഒരു ഐലൻഡായ മാർഗറ്റ് ഐലൻഡിലോട്ടാണ്. പൂന്തോട്ടങ്ങളും പച്ച നിറഞ്ഞ പാർക്കുകളായിട്ടും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നിറഞ്ഞൊരു ഈ ഐലൻഡിൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റൊമാൻറ്റിക് വാക്ക് വേസും മിഡീവൻ റൂയിൻസും ചെറിയൊരു സൂവും റോസ് ഗാർഡൻ, പിന്നെ 2 മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വാട്ടർ ടവർ, പിന്നെ ഓപ്പൺ എയർ തിയേറ്റർ, ഹെൽത്ത് സ്പാ, ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂള്, ഇതൊക്കെയാണ്. നമുക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ എന്താ പറയുക, ആകാശം ക്ലൗഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ക്ലൈമറ്റ് അത്ര നല്ലതല്ലതുകൊണ്ട് ആ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടുമെന്നറിയില്ല. എങ്കിലും നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. പിന്നെ ഈ സമയത്ത് പ്രകൃതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ശരത്കാലത്ത് നിന്നൊക്കെ മാറി വിൻ്ററിലോട്ടേക്ക് ഇങ്ങനെ കടക്കുന്ന ഒരു പ്രകൃതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ മരങ്ങളൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പ്രകൃതി വിൻ്ററിന് വരവേക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. യൂറോപ്പിലെ തന്നെ 2ാമത്തെ നീളം കൂടിയ നദിയായ ദനൂബിൻ്റെ തീരത്ത് ബുദാ സൈഡിൻ്റെയും പെസ്റ്റ് സൈഡിൻ്റെയും മധ്യത്തായാണ് ഈ മനോഹരമായ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഐലൻഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുക ഇതിന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു റണ്ണിങ് ട്രാക്കാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു സ്തൂപം എന്ന് പറയുന്നത് ഡോക്ടർ ഇവാൻ റെക്കോവാസ്കി എന്ന ഒരു പഴയൊരു മിനിസ്റ്ററിൻ്റെ ഒരു സ്തൂപമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഹംഗറിയൻ ഗവൺമെൻറ് സ്ഥാപിച്ചേക്കുന്ന ഒരു സ്തൂപമാണ് ഇവിടെ കാണുന്നത്. പച്ചപ്പ് നിറഞ്ഞ സമ്മർ, ഇലകൾക്ക് നിറം നൽകിക്കൊണ്ടിട്ടുള്ള ഓട്ടം, ഇലകളൊക്കെ കൊഴിഞ്ഞ് വിൻ്റർ എന്നുള്ള ഈ ഒരു സംഭവം ഒറ്റ ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അത് പിന്നീട് എന്താ പറയുക സ്പ്രിങ്ങിലോട്ടും പിന്നെ ഈ സർക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ, ഈ ഒരു 4 സീസൺ നമുക്കിവിടെ ബുദാപെസ്റ്റിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇതിനോട് അടുത്ത് തന്നെയാണ് ഇവിടെ മ്യൂസിക് ഫൗണ്ടെയിൻ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കൊറോണ കാലം ആയതുകൊണ്ട് അതൊക്കെ അടച്ചിട്ടേക്കുവാണ്. അല്ലാത്ത സമയത്ത് ഒരു ഈവനിങ് 6 മണിക്ക് ശേഷം മ്യൂസിക് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ റിസോർട്ട് ടൈപ്പ് സംഭവങ്ങളും ക്ലബ്ബുകളും കുറച്ച് ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമ്മർ ടൈമിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ബുദാപെസ്റ്റ് എന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ബുദാപെസ്റ്റ് എന്നുള്ള ഒരു ഐക്കണാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ബുദാപെസ്റ്റിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഐക്കൺ കിട്ടാനൊക്കെ വേണ്ടി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ബുദാപെസ്റ്റിൻ്റെ ദനൂബിൻ്റെ തീരത്തിലോട്ടേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ദനൂബിൻ്റെ ഇവിടെ ഇറങ്ങാം. നമുക്ക് ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചൂണ്ടയിടാനെന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഫിഷൊക്കെ കിട്ടും തോന്നുന്നു. കാരണം നമുക്കിവിടെ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ. അതെ, ട്രാക്ക് കൂടിയാണ്. നമുക്ക് ഓടുന്നതിൻ്റെ അടുത്താണെങ്കിലും ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യാം. മാർഗറ്റ് ഐലൻഡ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈമിലാണ് നമുക്കിത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ റോമൻ എറയിലാണ് ഇതിൽ ആൾക്കാർ വന്നു തുടങ്ങിയത്. ആ സമയത്തൊക്കെ ഇതൊരു എന്താ പറയുക ഐലൻഡ് ഓഫ് റാബിറ്റ്സ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു ഹണ്ടിങ് സ്പോട്ടായിരുന്നു, ഒരു റോയൽ ഹണ്ടിങ് റിസർവ് ആയിരുന്നു. പിന്നീട് 1908 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇതൊരു പബ്ലിക് പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ഒരു ഐലൻഡിൽ ഏകദേശം ഒരു 1500 സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഒരു റോസ് ഗാർഡൻ ഉണ്ട്. അതൊരു 1927 കാലഘട്ടങ്ങളിലാണ് ആ ഒരു റോസ് ഗാർഡനും കൂടെ ഈ ഐലൻഡിലേക്ക് ചേർക്കപ്പെട്ടു. വന്നു കഴിഞ്ഞാൽ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും പിന്നെ അതുങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഏരിയ ഉള്ളതുകൊണ്ട് അതുങ്ങൾക്ക് ഓടിച്ചാടി കളിക്കാനും പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ ഈ വീക്കെൻഡുകളിലും അങ്ങനത്തെ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാകാറുണ്ട്. ആ സമയത്ത് ചെറിയ ചെറിയ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്പേസിലാണ് അതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ പെറ്റ്സിൻ്റെയും കൂടെ ഒരു സംഭവം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക ആർത്തുല്ലസിച്ച് ഓടി നടക്കുന്ന ഒരു കാഴ്ചയും കൂടെ ഇവിടെ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് അടുത്ത ഇതിലോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് റോസ് ഗാർഡൻ്റെ അവിടത്തേക്കൊക്കെ എത്തുക. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയൊരു മിനി സൂ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻട്രിയോട് കൂടി തന്നെ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പാർക്കിനെ മനോഹരാക്കുന്നത് ഇവിടുത്തെ മരങ്ങളാണ്.
ഈ കാണുന്ന പോലെ തന്നെ കുറേ പഴക്കം ചെന്ന മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ശിഖരങ്ങളൊക്കെ യഥാസമയത്ത് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ സംരക്ഷിച്ചിട്ട് പോകുന്നത്. ഈ ഒരു കാഴ്ച നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ പ്രകൃതി ഇലയൊക്കെ കൊഴിഞ്ഞ് വിൻ്ററിനെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു ഐലൻഡിലോട്ടേക്ക് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം സ്പ്രിംഗ് ടൈമാണ് കണക്കാക്കുന്നത്. എന്നാൽ ഓട്ടം സീസണിലും കൂടെ ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് പ്രകൃതി കളറൊക്കെ മാറി ഭയങ്കര മനോഹരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ മേപ്പിൾ മരങ്ങളൊക്കെ കളറൊക്കെ ഗോൾഡൻ കളറിൽ നിന്ന് ഇലകളൊക്കെ വീഴുന്നൊരു കാഴ്ചയൊക്കെ വളരെയധികം മനോഹരമായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓട്ടം സീസണിൽ നമ്മൾ ഒരുപാട് ഇല ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതെങ്ങനെ ഇവർ യഥാസമയത്ത് കറക്റ്റായിട്ട് ഇവിടുന്ന് മാറ്റുന്നതാണ് ഇത് കാണുന്നത്. കണ്ടോ, ഈ ചെറിയൊരു വണ്ടി ഉപയോഗിച്ചിട്ടാണ് അവർ അത് അതിൻ്റെ മുകളിൽ കൂടെ ഓടിച്ച് അതിൻ്റെ പിൻഭാഗത്ത് കാണുന്ന സ്റ്റോറേജിൽ ശേഖരിച്ചിട്ടാണ് അത് ഇവിടുന്ന് നീക്കം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, സൂവിലേക്ക്. ചെറിയൊരു സൂ ആണ്, ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ലാതെ കൂളായിട്ട് ആൾക്കാർക്ക് വന്നിട്ട് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൂ കൊറോണ കാലമായതുകൊണ്ട് ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൂടുതൽ കാഴ്ചകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. നമുക്കിവിടെ കുറച്ച് മാനുകളും മയിലുകളും കുതിരകളും താറാവുകളൊക്കെ മാത്രമല്ല ഒരു ചെറിയൊരു സൂ ആണ്. ഇതാണ് ഇതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച. കുട്ടികൾക്ക് പിന്നെ മൃഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നത് സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ പിന്നെ കുട്ടികളും പിന്നെ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ സന്ദർശകരായിട്ട് ഇപ്പോൾ ഇവിടെ എപ്പോഴും കാണാൻ പറ്റാവുന്നതാണ് ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് റോസ് ഗാർഡനിലോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എന്താ പറയുക ചെടികളൊക്കെ നീക്കം ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റാച്യു ആണ്. ഒരു പ്രത്യേക തരത്തിൽ ലോകത്തിൽ നിർമ്മിച്ച ഇവിടുത്തെ ഒരു എഴുത്തുകാരൻ്റെ ഒരു മനോഹരമായ ഒരു ലൈവ് സ്റ്റാച്യു ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ഇവിടെ റോസ് ഗാർഡന് ചുറ്റും നമുക്ക് ചെറിയ ചെറിയ റോഡുകളൊക്കെ കാണാം. അപ്പോൾ സെഗ്വേ ആയിട്ടും ഇലക്ട്രിക് കാറുകളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റുന്നതാണ് ഇവിടത്തേക്ക്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡീവൽ റൂയിനാണ് ബുദാപെസ്റ്റിൽ. ഇതൊരു 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ചർച്ചായിരുന്നു. ഒരു 16ാം നൂറ്റാണ്ടിലൊക്കെ ഇതെന്താ പറയുക തകർക്കപ്പെട്ടു. സൂര്യപ്രകാശം വരുന്നതോറും ഈ പാർക്കിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആൾക്കാരൊക്കെ ഈ സമയത്ത് ഇതിലോട്ട് സൈക്ലിങ്ങും കാര്യങ്ങൾക്കും അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇരുന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ആൾക്കാരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനൊക്കെ ഈ ഒരു പാർക്കിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് വീക്കെൻഡ് സമയത്താണ് ഇത് കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ചെറിയ സ്നാക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹംഗറിയിൽ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ഇതൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ടേക്ക് അവേ ആയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് കാണാം ഹംഗറിയിൽ ട്രഡീഷണൽ ആൻഗോഷ് ഒക്കെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലോട്ടേക്ക് പോകാം. പിന്നെ ഇവിടെ കാണുന്നത് പാലറ്റീനസ് ബാത്താണ്. ബുദാപെസ്റ്റിൽ തന്നെ ഏറ്റവും മനോഹരമായ ഔട്ട്ഡോർ പൂൾസൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ലീഷർ പൂളുകളും കുട്ടികൾക്കായിട്ടുള്ള വിവിധ തരം ടെമ്പറേച്ചറിലുള്ള പൂളുകൾ, കോൾഡ് വാട്ടർ പൂള്, സോന, തെർമൽ ബാത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ സർവീസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർഗറ്റ് ഐലൻഡിലെ കാഴ്ചകൾക്ക് വിട നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര അവിടെ മോശം ക്ലൈമറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാർഗറ്റ് ഐലൻഡിൻ്റെ ബാക്കി ഭാഗവും ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വരുന്ന ഒരു എൻട്രൻസ് ആണ്, മാർഗറ്റ് ഐലൻഡിലോട്ടുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് വരുവാണെങ്കിൽ ബസ് മാർഗമോ അല്ലെങ്കിൽ ട്രാം മാർഗമോ ഇവിടത്തേക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു കാണുന്ന ഏരിയയാണ് ബുദ്ധ സൈഡ്. ആ ബുദ്ധ സൈഡിൻ്റെയും പെസ്റ്റ് സൈഡിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധ സൈഡിലാണെങ്കിൽ റോയൽ ഫാമിലികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പെസ്റ്റ് സൈഡാണ് നൈറ്റ് ലൈഫുകൾക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ 4 and 6 ട്രാമിൽ ഇവിടത്തേക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ കൃഷിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവൽ ഫ്രഷിൻ്റെ വ്ളോഗ് ഇവിടെ തീരുവാണ്. നമുക്ക് ക്ലൈമറ്റ് കാരണം നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അതെ, ഭയങ്കര ചില്ലിങ് ആണ്. നേരെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.